ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സ്നേഹത്തോടെ ഒരു പുതിയ അമ്പലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വഴിയിലെ വെയിലിനും നന്ദി, എൻ്റെ ചുമലിലെ ചുമടിനും നന്ദി, എൻ്റെ വഴിയിലെ തണലിനും മരക്കൊമ്പിലെ കൊച്ചു കുയിലിനും നന്ദി, വഴിയിലെ കൂർത്ത നോവിനും നന്ദി. സുഗതകുമാരിയുടെ മനോഹരമായ പ്രകൃതിയെക്കുറിച്ചുള്ള വരികൾ ഞാനിവിടെ ഓർത്തു പോകുന്നു. അത്രയും മനോഹരമാണ്, അത്രയും അത്ഭുതമാണ് പ്രകൃതി. പ്രകൃതി നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. കുഞ്ഞിലേ മുതൽ കുന്നംകുളം തൃശ്ശൂർ റോട്ടിലെ ചൂണ്ടൽ മഹാവിഷ്ണു ക്ഷേത്രമാണിത്. കുഞ്ഞിലേ മുതൽ ഇതേ കടന്നു പോകുമ്പോൾ ഈ കുന്നും ഈ ക്ഷേത്രവും ഒന്നും നോക്കാതെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല. എന്നിട്ടും എനിക്ക് ഇത്രയും സമയമെടുത്തു, ഇത്രയും കാലമെടുത്തു ഈ കുന്നൊന്ന് കയറി വരാൻ. ഈ ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ചും രണ്ട് അമ്മമാർ ഇവിടെ വന്ന് എന്നും നാമം ചൊല്ലുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ കൂടി നമുക്ക് ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിയാം. അത്രയും അത്ഭുതമാണ്. ഇവിടെ ഒന്ന് വന്ന് തൊഴുക. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ശാന്താകാരം ഭുജഗശയനം പദ്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. മേഘശ്യാമം പീതകൗശേയവാസം ശ്രീവത്സാംഗം കൗസ്തുഭോൽഭാസിതാംഗം പുണ്യോപേതം പുണ്ഡരീകായദാക്ഷം വിഷ്ണു വന്ദേ സർവലോകൈകനാഥം. സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേക്ഷണം സഹാരവക്ഷസ്ഥലശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം. ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമം ആയദാക്ഷമലങ്കൃതം ചന്ദ്രാനനം ചതുർബാഹും ശ്രീവത്സാംഗിതവക്ഷസം രുക്മിണീ സത്യഭാമാഭ്യാം സഹിതം കൃഷ്ണമാശ്രയേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം വിശ്വസ്മേ നമഃ. ഇത്രയും മനോഹരമായ കുന്നുമറത്തുള്ള ഈ മഹാവിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ച് അറിയാവുന്നതെന്ന് പറഞ്ഞു തരാമോ? ഏകദേശം ഒരു 400 വർഷം പഴക്കമുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ആക്രമിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രം എന്ന നിലയിൽ നമുക്ക് അങ്ങനെയാണ് നമ്മളൊക്കെ അറിഞ്ഞൊരു കാര്യം. അപ്പോൾ പിന്നീട് അത് പുനരുദ്ധാരണം ചെയ്തിട്ട് നമുക്ക് ഭഗവാനെ, അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും നമുക്ക് ഈ എന്താ പറയുക, അതിന് ആ ദിവസത്തിന് എന്താ പറഞ്ഞിട്ട് നമ്മൾ പ്രതിഷ്ഠാദിനം നടത്താൻ സാധിക്കില്ല. കാരണം അത്രയും ആലത്തിയൂർ ഹനുമാൻ ക്ഷേത്രം, ആലത്തിയൂർ നമ്പിമാരൊക്കെയല്ലേ അവരുടെ കീഴിലൊക്കെ അറിഞ്ഞത്, അവരുടെ കൂടെ പോകുന്നതാണെന്നാണ് പറയുന്നത്. പിന്നെ തിരുനാവായ നവാമുകുന്ദ സങ്കല്പമാണ് ഇവിടെ പ്രതിഷ്ഠ. പിന്നെ ഒരുപാട് പ്രത്യേകതകളുള്ളതാണ് ഈ ക്ഷേത്രം. എന്തായാലും ഗോപാലമൂർത്തിയാണ് ഇവിടെ പ്രാർത്ഥിച്ച കുട്ടികളില്ലാത്തവർക്കൊക്കെ കുട്ടികളുണ്ടാവും. അങ്ങനെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പലരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, തൊട്ടിൽ കിട്ടും, പിന്നെ കുട്ടികളുണ്ടായി ഇവിടെ വന്നും ചോറ് കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ഈ പാറയ്ക്ക് തന്നെ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ഒരു കാലിൻ്റെ ആകൃതിയിലാണ് പാറ
സ്ഥിതി ചെയ്യുന്നത്. അതിൽ നിന്നാണ് നമുക്ക് ഇതിലേക്കുള്ള തീർത്ഥമൊക്കെ എടുക്കുന്നതും ഓക്കെ. അപ്പോൾ അത് കാണുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യമാണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കാണാം. ഇതിപ്പോൾ നമുക്ക് ഭഗവാന്റെ കാലാണ് പറയുന്നത്, കാലിൻ്റെ പാദം. ഈ അടുത്തേക്കാൽ അങ്ങനെ വെച്ചാൽ നമ്മൾ ഈ കാൽപ്പാതല്ലേ ഇതേപോലെ കാരണം അവിടുന്ന് നോക്കുമ്പോൾ അറിയാം. അങ്ങനെ പിന്നെ ഇതിന് തള്ളവരലിൻ്റെ ഭാഗം അവിടെ ശുദ്ധമായിട്ടുള്ള ജലമായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അത് ക്ഷേത്ര തീർത്ഥം അശുദ്ധിയാക്കലിന് പ്രത്യേകിച്ച് എഴുതിയിട്ടുണ്ട്. ഭഗവാനുള്ള നിവേദ്യത്തിനുള്ള വെള്ളമൊക്കെ ഇതിൽ നിന്നാണ് എടുക്കുന്നത്. പിന്നെ അത് ഭഗവാന്റെ കുളമ്പ്, പശുവിൻ്റെ കുളമ്പാണെന്നാണ് അവിടെ പറയുന്നത്. പോലെയാണ് ഇതിലെ വെള്ളം. അത് പറഞ്ഞു. ഞങ്ങളൊക്കെ കാണുന്ന സമയത്ത് തന്നെ ഇതിങ്ങനെ പറ്റാറില്ല. ഏത് വേനൽക്കാലത്തും ഇതേ ഒരു അളവിലാണ് ഇതുണ്ടാവുക. പിന്നെ നമുക്ക് ഇതിന്റെ സ്രോതസ് നമുക്ക് പറയാൻ പറ്റാത്തൊരിതാണ്. അത് അടിയിലേക്ക് കടലിനായിട്ട് ബന്ധിപ്പിക്കണോ എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെ പറഞ്ഞു നമ്മൾ കേൾക്കേണ്ടത്. നമുക്ക് അറിയില്ല. ഏതോ വിഗ്രഹമൊക്കെ പണ്ട് പൊട്ടിയ വിഗ്രഹം ഇട്ടിട്ട് അതൊക്കെ കടലിലേക്ക് അങ്ങനെ ഒഴുകി പോകുമെന്ന് പറയുന്നുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്തൊക്കെ നശിപ്പിച്ച് ആകെ വിഗ്രഹമൊക്കെ നശിച്ച് പിന്നെ നാട്ടുകാരൊക്കെ കൂടിയാണ് അത് ആദ്യം നടത്തിയിരുന്നത്. ഇപ്പോൾ അമ്പലത്തിൽ പൂജകളൊക്കെ ആയിട്ട് നല്ല നന്നായി വരുന്നുണ്ട്. ഇപ്പോൾ നവീകരണ കലശം അടുത്ത കൊല്ലം 2026 ഉത്തരായനത്തിൻ്റെ മുന്നേ. പിന്നെ ഈ ഭഗവാന്റെ ഒരു ഐശ്വര്യം എത്ര ഉണ്ട് എന്നൊക്കെ സങ്കല്പിക്കാൻ പറ്റാത്തതാണ് പ്രശ്നം വയ്ക്കുമ്പോൾ അറിഞ്ഞത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പരിസരവാസികൾക്കും എല്ലാവർക്കും ഈ നാടിന് തന്നെ ഈ ഭഗവാന്റെ ഒരു നവീകരണം ചെയ്താലേ ഉയർച്ച ഉണ്ടാവുള്ളൂ എന്നും കൂടി ഉള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ എല്ലാവരും കൂടി അതിൽ പുറപ്പെട്ടിരിക്കുന്നത്. 2 വട്ടം കഴിഞ്ഞു നവീകരണോത്സവം. ഇപ്പോൾ 3ാമത്തെ ഘട്ടമാണ്. അതിന് ഒരുപാട് പൈസയും വേണം. ഏകദേശം 25 ലക്ഷത്തോളം വരുമെന്ന് പറയുന്നുണ്ട്. അതിന് നാട്ടുകാരുടെയൊക്കെ സഹകരണം ഉണ്ടാവും. ഇവിടെ മീറ്റിങ്ങൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നവീകരണ കലശത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ മാതൃസമിതിയാണ്. എന്നും ഇവിടെ നാരായണീയം, ഭാഗവതം, വിഷ്ണു സഹസ്രനാമം എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും വായിക്കും. ഭാഗവതം കേട്ടിട്ട് ഉള്ള ഒരു അമ്പലം, അമ്പലപ്പുഴ പോലെ എന്ന് പറയാം. നാമജപത്തിന്റെ ഐശ്വര്യം കൊണ്ടാണ് അമ്പലം ഉയർന്നു പറയുന്നത്. അപ്പം ഞങ്ങളത് എത്ര തിരക്കുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് വായിക്കും. പിന്നെ അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നെ മാസത്തിൽ ഒരിക്കൽ നാരായണീയം അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ നാരായണീയം വയ്ക്കാറുണ്ട്. അങ്ങനെ കുട്ടികൾക്ക് വിഷ്ണു സഹസ്രനാമം ക്ലാസ് എടുക്കുന്നുണ്ട് ഇവിടെ അമ്പലത്തിൽ വെച്ചിട്ട്. ഇതൊക്കെ ഒന്നിച്ച് കടന്നിരുന്ന പാറയാണ്. അത് ഇതൊരു ആള് വെടിവെച്ചിട്ട് നശിപ്പിച്ചത്. ആ തലവരെ ഭഗവാന്റെ ആളായിരുന്നു എന്നാ പറയുന്നത്. പക്ഷെ അവർക്ക് അത് ഈ പാറ വെടിവെച്ച് പിന്നെ ഒരുത്തിനത് തുടരാൻ പറ്റിയില്ല. അത് ആ തെറ്റ് വരെ പാറകളൊന്നും മൂടി കിടക്കുന്നത്. ആ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പാറയ്ക്ക് ഭഗവാന്റെ ശരീരമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെരുപ്പോ മറ്റുള്ള കാര്യങ്ങളായിട്ട് ഇങ്ങോട്ട് കയറാനോ ഒന്നും തന്നെ പാടില്ല. അപ്പോൾ എല്ലാവരും അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എന്ന് പറയുമ്പോൾ അതൊക്കെ എല്ലാം ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ ഏറ്റവും തീർത്ഥത്തിനെ ഇത് ഉപയോഗിക്കാന്ന് തന്നെ പറയുന്നത്. എന്താ ഒരിക്കലും നശിപ്പിക്കരുത്, അത് ശുദ്ധീകരിച്ചുകൊണ്ട് തന്നെ ഇതാക്കണം. പിന്നെ അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദേവതകളൊക്കെ ആറാടിയിരുന്ന സ്ഥലം എന്നുള്ള സങ്കല്പം അത് തൂർത്തു. പക്ഷെ ഇനി ഈ ഭാഗം കൂടി നമ്മൾ പറയേണ്ടത് എന്താ വെച്ചാൽ അതും കൂടി ക്ലീൻ ആക്കിയിട്ട് ആറാട്ടൊക്കെ കഴിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ശ്രീകോവിലിന്റെ അടിയിൽ മുഴുവൻ വെള്ളമാണ്. പാലാഴി ലക്ഷ്മി ദേവി വരണമാലായിട്ട് പൊങ്ങി വരുമ്പോൾ ആ ഭാവത്തിലാണ് അത്ര. ഇവിടെ ലക്ഷ്മി ദേവി ഉണ്ട്, ഭഗവാനും ഉണ്ട്. അങ്ങനെ ആ ശ്രീകോവിലിന്റെ അടിയിൽ മുഴുവൻ പാലാഴിയിൽ കിടക്കണ ആ ഭാവത്തിൽ അത് ശരിയാവും. കാരണം ഈ കഷ്ണമായിട്ട് വെള്ളത്തിൽ നിൽക്കില്ലല്ലോ, അടിയിൽ മുഴുവൻ വെള്ളമാവണല്ലോ. പിന്നെ സന്താനഗോപാലമൂർത്തിയാണ്. ഇവിടെ പ്രാർത്ഥിച്ച കുട്ടികളില്ലാത്തവർക്കൊക്കെ കുട്ടികളുണ്ടാവും. പലർക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നല്ലൊരു ഇതാണ്. പൂർണ്ണ സ്വരൂപനായിട്ടാണ് നിൽക്കണത്. ശംഖ് ചക്രഗത അത് ശരിക്കും നമ്മൾ ഏകാദശിക്കൊക്കെ ഇങ്ങനെ നമ്മൾ ആ ചാർത്തൊക്കെ ചെയ്യുമ്പോൾ, ചന്ദ്രൻ ചാർത്ത് നടത്തുമ്പോൾ ശരിക്കും ആ ഭഗവാന്റെ ആ ശംഖ് എല്ലാതും കണ്ടാൽ മതിയാവില്ല. നമുക്ക് അത്രയും ചെയ്തില്ല. നമുക്ക് അത്രയും
പിന്നെ എല്ലാ 30 ഞായറാഴ്ച ഇവിടെ കാര്യസിദ്ധി പൂജ ഉണ്ട്, തന്ത്രിയുടെ പൂജ തന്ത്രി പൂജ ഉണ്ട്. പിന്നെ കല്യാണം കഴിയാത്തവർക്ക് മംഗല്യ പൂജ, കുട്ടികളില്ലാത്തവർക്ക് അങ്ങനെ കാര്യസിദ്ധി പൂജ ഉണ്ട്. അത് 5 മാസം ചെയ്താൽ അതിന് ഫലം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എല്ലാ 30 ഞായറാഴ്ച മലയാള മാസം ഇവിടെ നല്ലൊരു കൃഷ്ണമണിയുടെ ആകൃതിയിലാണ് പിന്നെ ശരിക്കും നമുക്ക് കാണാം. കണ്ണിൻ്റെ കണ്ണിന്റെ ഇതുപോലെ. അപ്പൊ ഇതിലാണ് വെള്ളം ഉണ്ടാവുക, വെള്ളമില്ലാത്ത വെള്ളമില്ലാത്തപ്പോൾ അതിൽ ഉണ്ടാവും. പക്ഷെ അതിലിപ്പോൾ മണ്ണ് കാലക്രമേണ മണ്ണൊക്കെ വന്നിങ്ങനെ കുറച്ച് അത് മണ്ണ് വന്നിട്ടുണ്ട്, എന്നാലും ഇതിൽ വെള്ളം നിൽക്കും. പിന്നെ നമുക്ക് പറയാനുള്ളത് ആ ഹനുമാൻ സ്വാമിയുടെ കാര്യമാണ്. പണ്ട് ഇവിടെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവുന്ന ഒരു സ്ഥലമായിരുന്നു. ഒരു 21 പേര് വന്ന് അവർ വന്ന് ഇവിടെ മറഞ്ഞു, എല്ലാവരും മരിച്ചു. അങ്ങനെ എന്തിനും ഇവിടെ അപകടം ഉണ്ടാവും. പിന്നെയാണ് പറഞ്ഞത് ഇവിടെ ഹനുമാൻ സ്വാമി പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ ആ വിഘ്നങ്ങൾ കുറേ തടയും ഉണ്ടാവും. കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് നല്ല ഭംഗിയിൽ ഇതൊക്കെ കെട്ടി പിന്നെ ഒറ്റ അപകടം ഉണ്ടാവാറില്ല. ഉണ്ടായി തന്നെ കുറച്ച് ഒരു ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ അത്രയും നല്ലൊരു ശക്തിയാണ്. അപ്പോൾ നമുക്ക് എന്തിനും ഒരു തടസ്സമില്ലാണ്ട് ഒരു ഭക്തൻ നമ്മളിത് എങ്ങനെയാണ് ഈ ഇതിൻ്റെ പൈസ നമുക്ക് ഇത്രയും കെട്ടിണ്ടാക്കണ്ടേ, നമ്മൾ എന്താ വേണ്ടതെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അറിയാതെ ഒരു ഭക്തൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഇതിൽ അങ്ങനെ നാട്ടുകാരുടെ ഒക്കെ സഹകരണത്തോടെ അദ്ദേഹം കുറേ പൈസയും ചിലവാക്കി. പിന്നെ ആ കുളം അവിടെ പകുതി ഇങ്ങോട്ടും കൂടി ആയിട്ടാണ് നിന്നിരുന്നത്. അവിടെ ഒരു കുളമുണ്ട്, പകുതി തീർത്ഥക്കുളം. അതിപ്പോൾ പകുതി ഇങ്ങോട്ടായിട്ടാണ് നിന്നിരുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ മൂടി, പിന്നെ അതും കൂടി വൃത്തിയാക്കണം എന്നാണ് പറയുന്നത്. ആ കുളത്തിലേക്ക് ഇപ്പോൾ അപകടങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതിൽ എന്നിട്ട് പിന്നെ കുളിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാം ചെയ്യും. എന്തൊരു ഭംഗിയും ശാന്തതയുമാണ് ഇവിടെ രാവിലെ. അപ്പോൾ വൈകുന്നേരമോ എല്ലാവരും കുട്ടികളുമായി കുന്നൊക്കെ കയറി മഹാവിഷ്ണുവിനെ പ്രദക്ഷിണം വെച്ച് ഒന്നിരുന്ന് എല്ലാ അനുഗ്രഹവും നന്മയും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.